അങ്ങനെ നമ്മളെ നേമത്ത് വീണ്ടും ശിവൻകുട്ടി മാമച്ചിയാണ് മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശിവൻകുട്ടി മാമച്ചി മത്സരിക്കാതെ ഏതെങ്കിലും ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കൾക്ക് അവസരം കൊടുക്കണമായിരുന്നു കേട്ടോ പാർട്ടി. പിന്നെ പാർട്ടി കാര്യങ്ങൾ അവരാണ് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ അഭിപ്രായം പങ്കുവയ്ക്കാമെന്നല്ലാതെ നമുക്ക് അവർ പാർട്ടി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുമല്ലോ. നമുക്ക് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം പാർട്ടിക്കാണ്. എന്നാലും നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാമല്ലോ. ഇപ്പോൾ പുള്ളിക്കാരൻ ഒരു 10 വർഷം മുമ്പ് തന്നെ റെസ്റ്റ് എടുക്കേണ്ട ഒരു മനുഷ്യനാണ് ഈ ശിവൻകുട്ടി എന്ന് പറയാം, ശിവൻകുട്ടി സഖാവ്. ശിവൻകുട്ടി സഖാവൊക്കെ ഇപ്പം ശരിക്കും അയാളുടെ ഒരു ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ മോശമായ ഒരു അവസ്ഥയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരനൊക്കെ ശരിക്കും റെസ്റ്റ് എടുക്കേണ്ട ഒരു മനുഷ്യനായിരുന്നു. എന്നിട്ടും ഈ പുള്ളിക്കാരനെ തന്നെ വീണ്ടും നിർത്തി മത്സരിപ്പിക്കുന്നതൊക്കെ വളരെ ഒരു ജനാധിപത്യത്തിനോട് കാണിക്കുന്ന ഒരു കൊഞ്ഞണം കുത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും ആൾക്കാർ ഈ കണ്ടില്ലേ ചാനൽ ചർച്ചയിലൊക്കെ വന്നിട്ട് തേഞ്ഞ് മൂഞ്ചി പോണ ഒരുപാട് ആൾക്കാരുണ്ട്, പയ്യന്മാർ, ചെറുപ്പക്കാർ, ജയിക്കിനെയൊക്കെ പോലെയുള്ള തോക്കാൻ വേണ്ടി വിധിച്ചതാണെങ്കിലും പേര് മാത്രമേ ഉള്ളൂ ഈ പാവത്തിന് ജയിക്കുന്നത്. അതുപോലെയുള്ള യുവാക്കളെയൊക്കെ നിർത്തണമായിരുന്നു. ചിന്ത ചേച്ചിനെയൊക്കെ പോലെയുള്ള ആളുകളെയൊക്കെ നിർത്തിയിരുന്നെങ്കിൽ അല്ലാതെ ഈ ശിവൻകുട്ടി സഖാവൊക്കെ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ കൊച്ചുമക്കളെയും കളിപ്പിച്ച് റെസ്റ്റ് എടുക്കേണ്ട പ്രായമാണ്. ആരോഗ്യസ്ഥിതിയൊക്കെ നമ്മൾ കണ്ടില്ല, ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ മോശമാണ്. എന്നിട്ടും ഈ അധികാരം കൊണ്ടൊക്കെ ആയിരിക്കും അധികാര കസേരയിലൊക്കെ കയറിയിരുന്ന് കഴിഞ്ഞിട്ട് അതിന് ഇറങ്ങിപ്പോകാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ടൊക്കെ ആയിരിക്കും പിണറായി വിജയനും ഈ ശിവൻകുട്ടി സഖാവൊക്കെ വീണ്ടും വീണ്ടും മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവരെയൊക്കെ നമുക്ക് തഴഞ്ഞിട്ട് കാര്യപ്രാപ്തിയും കഴിവും ചുറുചുറുക്കും ആരോഗ്യമൊക്കെ ഉള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ആ നാടിന് നല്ലത്. ശിവൻകുട്ടി സഖാവ് എങ്ങനെയെങ്കിലും ജയിച്ചു വന്നാലും ദയവ് ചെയ്ത് ആ വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ പുറത്ത് രാജ്യത്തൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ആൾക്കാരുടെ മനസ്സിലൊരു ഇമേജ് ഉണ്ടാവുമല്ലോ. ആ ഒരു ഇമേജ് എന്തായാലും നമ്മളെ ശിവൻകുട്ടി സഖാവിൻ്റെ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. സോ ഈ പുള്ളിക്കാരെ എങ്ങനെയെങ്കിലും ജയിച്ചു വന്നു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ മന്ത്രിയാക്കാതിരിക്കാനുള്ളതെങ്കിലും പാർട്ടി ചെയ്യണം.